ലോകം വലിയൊരു ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കും വ്യാപാര യുദ്ധങ്ങളിലേക്കും നീങ്ങുമ്പോൾ ഇന്ത്യയുടെ നയതന്ത്രം എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നത്? ഒരു വശത്ത് ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ കാനഡയുമായി അമേരിക്ക വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുന്നു. മറുവശത്ത് ഇറാനെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ പുതിയ ഉപരോധങ്ങൾ അമേരിക്ക കൊണ്ടുവരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ ഇസ്രയേലും ആക്രമണം കടുപ്പിക്കുകയാണ്. ഇങ്ങനെ ലോകരാജ്യങ്ങൾ പരസ്പരം കൊമ്പ് കോർക്കുമ്പോഴാണ് തങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ പങ്കാളിയായി അമേരിക്ക ഇന്ത്യയെ ചേർത്ത് പിടിക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള $500 ബില്യൺ വമ്പൻ വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആഗോള തലത്തിലെ ഈ വമ്പൻ സംഭവ വികാസങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അയൽ രാജ്യവും ദീർഘകാല സഖ്യകക്ഷിയുമായ കാനഡയുമായുള്ള വ്യാപാര ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ കാനഡയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അമേരിക്ക 50% തീരുവ ചുമത്തിയിരിക്കുകയാണ്. ഇതിന് തിരിച്ചടിയായി കാനഡയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ തീരുവ വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതിനിടെ പശ്ചിമേഷ്യയിലും അമേരിക്ക പിടിമുറുക്കുകയാണ്. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ പ്രസിഡന്റ് ട്രംപ് പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കാനിരിക്കെ ഇതിനെ പിന്തുണയ്ക്കുന്ന ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ രംഗത്ത് വന്നു. സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ അടുത്തിടെ ഒപ്പുവെച്ച മക്ക ജോയിന്റ് ഡിഫൻസ് അഗ്രിമെന്റ് ഇറാന്റെ ഈ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ്. ലോകം മുഴുവൻ സംഘർഷ ഭരിതമായിരിക്കുമ്പോഴാണ് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അമേരിക്ക കൂടുതൽ ശക്തമാക്കുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നിർണായക വ്യാപാര കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. 15 വർഷം മുൻപ് $20 ബില്യൺ മാത്രമായിരുന്ന ഇന്ത്യ US ഉഭയകക്ഷി വ്യാപാരം ഇപ്പോൾ $240 ബില്യൺ എത്തി നിൽക്കുകയാണ്. ഇത് വൈകാതെ $500 ബില്യൺ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള മികച്ച സൗഹൃദവും പരസ്പര വിശ്വാസവുമാണ് ഈ ബന്ധത്തിന്റെ അടിസ്ഥാനം. ട്രംപ് അധികാരത്തിലില്ലാതിരുന്ന സമയത്ത് പോലും പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിനൊപ്പം നിന്നിരുന്നു എന്നത് ട്രംപ് എപ്പോഴും ഓർക്കുന്ന കാര്യമാണെന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി. ഇതിന്റെ ഭാഗമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഈ വർഷം വീണ്ടും ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട്. കാനഡയുമായി അമേരിക്ക വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങുകയും ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്യുമ്പോൾ ഇന്ത്യയുമായുള്ള വ്യാപാര കരാർ അമേരിക്കയുടെ തന്ത്രപരമായ നീക്കമായിട്ടാണ് പലരും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ലോകരാജ്യങ്ങൾ പരസ്പരം കൊമ്പ് കോർക്കുമ്പോഴും സുസ്ഥിരമായ ഒരു സാമ്പത്തിക ശക്തിയായി ഇന്ത്യ നിലകൊള്ളുന്നു എന്നത് ഈ സഖ്യത്തിന് കരുത്തേകുന്നു. ന്യൂസ് ഡെസ്ക്